നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പൊതുവെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തൊഴിൽ മേഖലകളോട് വളരെയധികം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുകയും കഠിന പ്രയത്നം കൊണ്ട് സ്വല്പം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഒരുപക്ഷെ പൊതുവെ തൊഴിൽ മേഖലയിൽ ഉണർവുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇനി ക്രമാനുഗതമായിട്ട് ഉയർച്ച ഉണ്ടാവും എന്ന ധാരണയോടുകൂടി തന്നെ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാൻ തീരുമാനിക്കും. എന്നാൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും പ്രാദേശികമായിട്ട് സാഹചര്യങ്ങളും അവസരങ്ങളെ വിലയിരുത്തി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ആദ്യ പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സുഹൃത്തിന്റെ സഹായ സഹകരണത്തോടുകൂടി പലവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. അതുകൊണ്ട് അത് സ്വീകരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയും ഈ മനസ്സിലേറ്റെടുത്ത കാര്യങ്ങളിൽ അഹോരാത്രം പ്രവർത്തിക്കാൻ സന്നദ്ധത ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ലയോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും പ്രത്യേകം ഈശ്വര പ്രാർത്ഥനകളും ഈ മിഥ്യാധാരണകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖലകളിൽ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ഉൾഭയമുണ്ടെങ്കിൽ പോലും എല്ലാം സുഗമമായിട്ട് നടക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള എല്ലാ വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും ഒരുപക്ഷെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിരിക്കാം ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. എന്തായാലും ഒരു സമദൂര സിദ്ധാന്തം എന്നുള്ള സങ്കല്പത്തോടുകൂടി അങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും അവരുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുമായിട്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് 1-2 ദിവസം ദൂരയാത്രകൾ വേണ്ടി വരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകൾ വേണ്ടിവരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായുള്ള കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായുള്ള സമീപനവും ജീവിതചര്യയിലുള്ള ക്രമങ്ങളും ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനും ഇതൊരു മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളി ജന്മനാട്ടിൽ താമസിക്കുകയും വ്യക്തിപരമായിട്ട് പല സാഹചര്യങ്ങളെ കൊണ്ട് വിദേശത്ത് താമസിക്കുന്ന സാഹചര്യത്തിൽ മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള വിഭ്രാന്തികളും ഉണ്ടാകും. എന്നാൽ നവംബർ മാസം മുതൽ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാര്യഗൗരവക്കുറവിനാൽ പല ജോലിക്കാരെയും പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദി സൗഖ്യത്താൽ സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അവിചാരിതമായിട്ട് കാലവർഷക്കെടുതി വന്നു ചേരുകയും കാർഷികമായിട്ടുള്ള മേഖലയിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട്
ഇൻഷുറൻസ് പരിരക്ഷകൾ അനുവർത്തിക്കുവാനും ഒരു പരിധിവരെ നാശനഷ്ടങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കും യോഗം കാണുന്നതുമുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ അവസരം വന്നു ചേരും. ക്ഷമ, വിനയം, ആദരവ് തുടങ്ങിയവ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും ആശ്വാസവചനങ്ങൾ നൽകുവാനും സ്വല്പം സാമ്പത്തികമായുള്ള സഹായത്തിനും യോഗം കാണുന്നുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മെയ് മാസത്തിൽ പൂർത്തീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുകയും ജൂൺ ജൂലൈയോടുകൂടി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾക്കും പദ്ധതികൾക്കും രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി ഈ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാം. ചിലർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് വന്നു ചേരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കയ്യിലുള്ള പൈസയും കൂടി ചെലവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് പ്രത്യേകിച്ചും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും പലപ്പോഴും നിഷ്ഫലമായി തീരുവാനിടയുള്ളത് കൊണ്ട് പല കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ അതിനെല്ലാം ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാത്ത നഷ്ടങ്ങൾ, അല്ലാത്ത നിലയിൽ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് അലസത, ഉദാസീന മനോഭാവം എന്നിവ വർദ്ധിക്കുവാനിടയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി ഉപേക്ഷിച്ചാലോ ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും പലർക്കും ഉണ്ടാകുമെങ്കിലും അതൊക്കെ തന്നെ പരാജയത്തിൽ ചെന്ന് കലാശിക്കും എന്ന നിർദ്ദേശങ്ങൾ പലരിൽ നിന്നും, അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഒരുപക്ഷെ ഈ ഒരു മെയ് മാസത്തിന് മാത്രമല്ല, ഒരു പരിധി വരെ ഇനിയുള്ള ഒരു വർഷത്തേക്കും ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിന്റെ പ്രസ്ഥാനത്തിന്റെ ഭരണ സംവിധാനം ഏറ്റെടുക്കാം. നിശ്ചിത ശമ്പളവും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആവാം. പക്ഷെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും അധികാര പരിധിയും ചുമതലകളും വർദ്ധിച്ചാലും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതും അത്ര ഗുണകരമല്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. പലപ്പോഴും നിബന്ധനകൾക്ക് വിധേയമായിട്ട് പഠിക്കാനും പ്രവർത്തിക്കാനും അവസരങ്ങൾ വന്നു ചേരും. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനത്തിലാണ് ജോലിയെങ്കിലും അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ മറ്റ് അത്ര തന്നെ നേട്ടമില്ലാത്തൊരു സ്ഥാപനമാണെങ്കിലും ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ളൊരു പ്രവർത്തന രീതിയോ ലക്ഷ്യപ്രാപ്തിയോ അനുഭവങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ മേഖലകളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഏറ്റെടുത്ത സംവിധാനം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുമെങ്കിലും മിക്ക ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും അവധിയെടുക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായ സാധ്യതകൾ കാണുന്നു. ആസൂത്രിത പദ്ധതികളാണെങ്കിലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ അവലംബിക്കാവൂ.
വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് രേഖാപരമായിട്ട് പൂർണ്ണമായും സമർപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അവസരങ്ങൾ ഉണ്ടാകുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി നിഷേധിച്ചതിനാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവേണ്ട സാധ്യത കാണുന്നു. പലപ്പോഴും 1-2 പ്രാവശ്യം ചർച്ചകൾ നടത്തേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും 4-5 പ്രാവശ്യം ചർച്ചകൾ ചെയ്തുകൊണ്ട് മാത്രമേ എല്ലാം ഒരു പൂർത്തീകരണത്തിന്റെ സാധ്യത പോലും കാണുന്നതുമുള്ളൂ. അമിതാവേശം നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. അവധി ദിനങ്ങളിൽ 1-2 പ്രാവശ്യം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ബന്ധുമിത്രാദികളോ നിർബന്ധത്താലായിരിക്കാം ഇതിനുള്ള സാധ്യതയുള്ളത്. എന്നിരുന്നാൽ പോലും ജോലിയുടെ ഒരു വിഹക വീക്ഷണം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമായിട്ടുള്ള സമീപനം, ആത്മസംയമനം എന്നിവ പാലിക്കേണ്ടതുമാണ്. സ്വയം നിക്ഷിപ്തമായുള്ള ചുമതലകളും മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണ്ടതാണ്. പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി പുനരാലോചിക്കുവാൻ ഇടവരുമെങ്കിൽ പോലും പൂർവിക സ്വത്തിൽ പണിതുകൊണ്ട് താമസിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് അത് ഒഴിവാക്കിയിട്ട് പട്ടണത്തിൽ ഒരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് തീരുമാനിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാൻ സാധ്യതയുണ്ട്. സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിഷേധാത്മകമായുള്ള നിലപാടുകളെ ഒഴിവാക്കി പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിജ്ഞാന ശാഖകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ വേണ്ടിവരും. വ്യക്തമായുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. എല്ലാ കാര്യങ്ങൾക്കും യാത്രാക്ലേശം വർദ്ധിക്കുവാനിടയുണ്ട്. ആത്മവിശ്വാസക്കുറവിനാൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഒരു ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് യഥാർത്ഥത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ വന്നു ചേരുവാനിടയുള്ളത്.